അപ്പോഴേ എത്ര തുരുമ്പ് പിടിച്ച ഇരുമ്പ് ചട്ടിയും ഒറ്റ ദിവസം കൊണ്ട് നോൺ സ്റ്റിക്ക് ആക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എളുപ്പത്തിൽ ഞാനിതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് കാണിച്ചു തരാം. ഞാനിത് കടയിൽ നിന്നും പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയ അയൺ കടായിയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനിതൊന്ന് നമ്മൾ സാധാരണ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പ് വെച്ചൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. സോഫ്റ്റ് സ്ക്രബ്ബറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായി വെള്ളം വെച്ച് ചീർപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിന് മുകളിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ലെണ്ണ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സവാളയിൽ ഫോർക്ക് കുത്തിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അകവും പുറവും. കുറച്ച് കഴിഞ്ഞ് അതൊരു ടിഷ്യൂ പേപ്പറോ കോട്ടൺ ക്ലോത്തോ വെച്ചോ നന്നായി തുടച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. തുരുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ആ തുരുമ്പെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം. ഇത് കഴുകിയെടുത്ത് ഈർപ്പം വറ്റിച്ച് അതിൽ എണ്ണ പുരട്ടുന്ന ആ ഒരു പ്രോസസ്സ് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്യാം. എൻ്റെത് ഒരു പ്രീ സീസൺഡ് കടായി ആയതുകൊണ്ട് തന്നെ തുരുമ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 വട്ടമാണ് കേട്ടോ ഇതേപോലെ തന്നെ തേച്ച് കഴുകിയെടുത്ത് എണ്ണ ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ബാക്കി വന്നിട്ടുള്ള ആ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ തന്നെ ഫോർക്ക് കുത്തി ഉപയോഗിച്ച ഒരു സവാള ഉണ്ടല്ലോ, അത് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് കറുത്ത് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് കറുത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ സവാള നമുക്ക് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇരുമ്പ് ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരട്ടെ. അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുട്ട പൊടിച്ച് ഒഴിക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ചതിന് ശേഷം താഴെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. നോൺ സ്റ്റിക്കും ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഒഴിവാക്കി ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ചട്ടി മയക്കിയെടുത്തോളൂ. പേജ് ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലേ.